മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്. അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരണം പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷനുകൾ 12-നോ 17-നോ ഉദ്ഘാടനം ചെയ്യാൻ സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളും കോഴിക്കോട് ജില്ലയിലെ ഫറോക്ക്, കണ്ണൂരിലെ തലശ്ശേരി എന്നീ സ്റ്റേഷനുകളുമാണ് പാലക്കാട് ഡിവിഷന് കീഴിൽ നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിനൊരുങ്ങിയത്. തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നുള്ള ചാലക്കുടി, അങ്കമാലി സ്റ്റേഷനുകളും ഉദ്ഘാടനത്തിനൊരുങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ പരിപാടികളുടെ സമയക്രമം അനുസരിച്ച് ഈ 2 ദിവസങ്ങളിലൊന്ന് ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. എന്നാൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചിട്ടില്ല. ഈ മാസം ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവസാന മിനുക്കു പണികളിലാണ് സ്റ്റേഷനുകളെല്ലാം. തിരൂരിലായിരിക്കും പാലക്കാട് ഡിവിഷൻ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ 26.55 കോടി രൂപയുടെ നവീകരണമാണ് പദ്ധതിയിലൂടെ നടപ്പാക്കിയത്. മുൻപ് 18 കോടി രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. സ്റ്റേഷനിൽ പുതിയ കവാടത്തിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. ടിക്കറ്റ് കൗണ്ടറിൽ 2 ATMകൾ സ്ഥാപിച്ച് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കെട്ടിടത്തിലെ മ്യൂറൽ പെയിന്റ് മായ്ച്ചു. ഇവിടെ പുതിയ ചിത്രങ്ങൾ വരയ്ക്കും. പുതിയ കവാടത്തിലേക്കുള്ള നടപ്പാതയും നവീകരിക്കുന്നുണ്ട്. പ്രധാന കവാടം നേരത്തെ മോടി പിടിപ്പിച്ചിരുന്നു. 3 ലിഫ്റ്റുകളും 2 എക്സ്കലേറ്ററുകളും പവർ പ്ലാന്റും ഇവിടെ തയ്യാറാണ്. പ്ലാറ്റ്ഫോമുകൾ ഉയർത്തുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപയുടെ നവീകരണമാണ് നടത്തിയത്. ഇവിടെ നേരത്തെ 6.3 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ഇവിടെ കവാടം മോടി കൂട്ടുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. വിശാലമായ പാർക്കിംഗ് സൗകര്യവും തയ്യാറാക്കി. നിലമ്പൂർ സ്റ്റേഷനിൽ 16.44 കോടി രൂപയുടെ നവീകരണമാണ് നടത്തിയത്. ഇവിടെ നേരത്തെ 8 കോടി രൂപയാണ് അനുവദിച്ചത്. ഇവിടെ 2ാം കവാടത്തിൽ ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം മേൽക്കൂര, വൈദ്യുത നവീകരണ പ്രവർത്തനങ്ങൾ, സിഗ്നൽ സംവിധാനം തുടങ്ങിയ പ്രവൃത്തികൾ നടത്തി. കവാടം മോടി കൂട്ടുകയും യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.